പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാതിവഴിയിൽ ജീവിതം തളർന്നുപോയ ഭിന്നശേഷിക്കാർക്കായി ഒരു കൈത്താങ്ങ്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് വീടുകളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സഞ്ചരിക്കുന്ന ഫിസിയോതെറാപ്പി സംഘടിപ്പിച്ചത്. ചടങ്ങിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് നിർവഹിച്ചു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 5 ഗ്രാമപഞ്ചായത്തുകളിലായി അനവധി പേർ പരസഹായമില്ലാതെ 4 ചുവരുകൾക്കുള്ളിൽ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കഴിയുന്നുണ്ട്. അവരുടെ മാനസിക പ്രവർത്തനങ്ങൾക്കുതകുന്ന രീതിയിൽ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പാതിവഴിയിൽ തളർന്നു പോയവർക്കായി അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സഞ്ചരിക്കുന്ന ഫിസിയോതെറാപ്പി സംഘടിപ്പിച്ചത്. ചടങ്ങിന്റെ ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് നിർവഹിച്ചു. ഡൽഹിയിൽ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു വർക്ക്ഷോപ്പ് PM ഗതിശക്തി അത് കുറിച്ച് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതില് പല സംസ്ഥാനങ്ങളിലും കളക്ടേഴ്സ് ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് 2 കളക്ടേഴ്സ് ഞാനും ഉണ്ടായിരുന്നു. അതിൽ പ്ലാനിംഗ് കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ DPC കുറിച്ച് പറഞ്ഞു. ഞാൻ ചുമ്മാ കാഷ്വലി പറഞ്ഞതാണ്. അവർ അതിശയിച്ചു പോയി. സോ ഓൾ യുവർ പ്രോജക്ട്സ് ആർ ഡിസൈഡഡ് ബൈ പഞ്ചായത്ത്സ്. ഞാൻ പറഞ്ഞു, ഇതിലെന്താ ഇവർ അതിശയിക്കാൻ എന്താ ഉള്ളത്? യെസ്, ഓഫ് കോഴ്സ്, ഗ്രാമസഭ, പഞ്ചായത്ത്, DPC എല്ലാം പക്കാവായിട്ടാണ് നടക്കുന്നത് പറഞ്ഞപ്പോൾ അവർ അതിശയിച്ചു പോയി. ട്രിവാൻഡ്രം നടന്ന ഒരു വർക്ക്ഷോപ്പിൽ എന്നെ ക്ഷണിച്ചു ഇത് പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഇത് എറണാകുളം മാത്രമല്ല, ഞങ്ങൾ 14 ജില്ലയിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ രീതി. ഇങ്ങനെ അതിശയിക്കേണ്ട കാര്യമല്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതല്ലേ, ഭരണഘടനയിൽ ഉള്ള കാര്യമാണ്. അത് കേരളത്തിലാണ് ഇത്ര നല്ല എഫക്റ്റീവായിട്ട് നമ്മുടെ 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാദേവി മുഖ്യാതിഥിയായിരുന്നു. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുത്തതിൽ. മാത്രമല്ല, ഞാൻ പാലിയേറ്റീവിന്റെ എല്ലാ കോഴ്സും കഴിഞ്ഞതാണ്. അപ്പോൾ ഈ പഞ്ചായത്തിനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ബഹുമാനിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പാലിയേറ്റീവ് പേഷ്യൻസ്, കാരണം അവര് എത്രത്തോളം വിഷമിക്കുന്നുള്ളത് ശരിക്കും മനസ്സിലാവും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ്, പ്രസിഡന്റുമാരായ രശ്മി അനിൽകുമാർ, ലീന വിശ്വൻ, ശാന്തിനി ഗോപകുമാർ, KS ഷാജി, MS രതീഷ്, ബ്ലോക്ക് സ്ഥിരം സമിതി അംഗങ്ങളായ ഗാന അനൂപ്, ബബിത ദിലീപ്, സുരേഷ് ബാബു, മെമ്പർമാരായ സിംന സന്തോഷ്, ജൻസി തോമസ്, CM രാജഗോപാൽ, മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രതീഷ PV എന്നിവർ സംസാരിച്ചു. കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന 35ഓളം ബെഡ്, ഓക്സിജൻ ബെഡ് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. കോവിഡ് കാലത്ത് ഓക്സിജൻ സപ്പോർട്ടോട് കൂടി കിടക്കാൻ കഴിയുന്ന ബെഡുണ്ട്. പക്ഷെ അവിടെ നമുക്ക് കിടത്തി ചികിത്സിക്കാൻ ചില സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഹൈവേ എടുത്തുകൊണ്ടുപോയ അതിന്റെ ടോയ്ലറ്റ് സമുച്ചയം അത് പൊളിച്ചു കൊണ്ടുപോയി 78 ലക്ഷം രൂപ ഹൈവേ നമുക്ക് നഷ്ടപരിഹാരം തന്നു. പക്ഷെ അത് നമ്മുടെ കൈകളിലേക്ക് ഇന്നുവരെ എത്തിയിട്ടില്ല. DMOയുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. ഗവൺമെന്റ് ഇപ്പോഴും അതിന്റെ പേപ്പറുകൾ ഇപ്പോഴും ഇങ്ങനെ ലാഗായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ബ്ലോക്ക് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.